ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗൊക്കെ സ്വാഗതം. ഞങ്ങിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹി കുത്തുബ് കോംപ്ലക്സ് റൂളിലാണ് ഞങ്ങിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കാഴ്ചയാണ് കാണുകയുള്ളത്. അതിലുണ്ട് ആദ്യമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടുള്ളതാണ് അലാവുദ്ദീൻ ഖിൽജി മദ്രസ. അതായത് പണ്ട് കാലഘട്ടത്തിൽ ഇവിടെ ഒരു വലിയൊരു പള്ളിയാണ് ഇന്നത് കൂവത്തുൽ ഇസ്ലാം പള്ളി. ആ പള്ളിയുടെ എതിർക്ക് ആദ്യമായിട്ട് കെട്ടിയത് ഒരു മദ്രസ ആയിട്ട് ഏത് ഈ ഒരു മദ്രസ ചൊല്ലും. ഈ മദ്രസത്തെ പേര് അലാവുദ്ദീൻ ഖിൽജി മദ്രസ എന്നാണ് പേര്. അതായത് അലാവുദ്ദീൻ ഖിൽജി കട്ട്വാടി മദ്രസാണ്. ഈ ഒരു മദ്രസത്തെ രൂപച്ചുള്ളത് എൽ ആകൃതിയിലാണ് ഈ ഒരു മദ്രസ ഉള്ളത്. അതേപോലെ ഈ ഒരു മദ്രസത്തെ ഒരു ഭാഗത്തിൽ, അതായത് മദ്രസത്തെ ഒത്തുകയായിട്ടാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ഖബർ ചൊല്ലത് ഉള്ളത്. അതേപോലെ ഈ ഒരു മദ്രസ ഉള്ളത് ഏറ്റവും ഒരു വലിയൊരു നിർമ്മിതിയാണ് നമുക്ക് കാണാൻ സാധ്യത. അതായത് കല്ലടെ അട്ടിയിട്ടിട്ട് കെട്ടിയിട്ട് അത് എന്തും ഒരു ഗട്ടി നിപ്പാട്ട ഒരു രൂപ ഇങ്ങനെയുണ്ട് ഞങ്ങൾ നോക്കിയിട്ട് അത്ഭുതപ്പെടും. അതായത് ഞങ്ങൾ പുറത്തിൽ കാണാൻ അങ്ങനെ അതിൽ എങ്ങനെയാണ് അതിൽ അട്ടിയായിട്ട് അതിൽ സ്ട്രോങ് നിപ്പാട്ടോ എന്താണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാൻ സാധ്യമാവില്ല. അപ്പോൾ അത്രക്കും വെറും കല്ല് മാത്രം വെച്ച രൂപ പോലെയാണ് ഈ ഒരു ചൊല്ല മദ്രസ ഉള്ളത്. ഏതായാലും ഈ ഒരു മദ്രസ കഴിഞ്ഞിട്ട് ഞങ്ങൾ മദ്രസ ഒത്തുകയായിട്ട് കണ്ടതാണ് ഉത്തരേന്ത്യയിൽ ആദ്യമായിട്ട്, അത് നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കെട്ടിയെങ്കിലത്തെ പള്ളിയാണ് ഞങ്ങൾക്ക് കാണുക. ഈ പള്ളിയുടെ പേരാണ് കൂവത്തുൽ ഇസ്ലാം പള്ളി ചൊല്ലത്. ഏതായാലും ആ ഒരു പള്ളിയുടെ ചരിത്രം കാര്യം ഇൻഷാല്ലാ പിന്നെ ചൊന്താണ്ട്. ഏതായാലും ഈ ഒരു പള്ളിയുടെ രൂപമാണ് നമുക്കിപ്പോൾ എന്താക്കാൻ കണ്ടുകൊണ്ടുള്ളത്. അതായത് നോർത്ത് ഇന്ത്യയിൽ ആദ്യത്തെ പള്ളിയും ചൊല്ലാം. ഏതായാലും ഇന്ത്യത്തിലെ ആദ്യത്തെ പള്ളിയല്ല, നോർത്ത് ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി ചൊല്ലാം. ഏതായാലും ഈ ഒരു കൂവത്തുൽ ഇസ്ലാം പള്ളിയുടെ ഒരു മിനാറാണ്, ആർച്ചാണ് നമുക്ക് ഇപ്പോൾ കണ്ടുള്ളത്. ഇത് ഒരു ഗേറ്റാണ് നമുക്ക് കണ്ടുള്ളത്. അപ്പോൾ ഈ ഒരു കവാടത്തിലായിട്ട് ഇത് അണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ഒരു പള്ളിക്ക് എന്തായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. മുന്നിൽ നല്ലൊരു നിർമ്മിതിയായിട്ട് എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് എന്തായിരുന്നു പൊളിഞ്ഞിട്ട് പോയത് കൊണ്ടിട്ടും അതിൽ പിന്നെ ആരും കയറാക്കാത്ത കൊണ്ടും ഉണ്ട് ഇപ്പോൾ അതേ രൂപത്തിലാണ് ഉള്ളത്. ഏതായാലും അണ്ടത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പള്ളിയുടെ ഒരു കവാടായിട്ടേക്കറ്, ഒരു ഗേറ്റായിട്ടേക്കറ് ഇത് കടന്നിട്ടായിട്ടേക്കാണ് ഈ ഒരു കൂവത്തുൽ ഇസ്ലാം ചൊല്ല പള്ളിക്ക് കടന്നുകൊണ്ട് ഇന്നത്. ഇനി ഈ ഒരു പള്ളി കടന്നെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കാണേണ്ടതാണ് കുത്തുബ് മിനാർ. എന്താണ് കുത്തുബ് മിനാർ? ആറ് പേരിലാണ് ഈ കുത്തുബ് മിനാർ ഉള്ളത്. അപ്പോൾ എന്താണ് ഇതിലൂടെ ചരിത്രം ചൊല്ലുന്നത്? ഏതായാലും കുത്തുബ് മിനാർക്ക് ഒരുപാട് ചരിത്രം നമുക്ക് ചൊല്ലുകൊണ്ട്. ഈ ഒരു കുത്തുബ് മിനാർ കെട്ടിയത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഈ കാണ്ട കീഴിലെ പിടിച്ച് മേൽത്തോലുള്ള ആ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഒന്നാമത്തെ നില ചൊല്ലത് കുത്തുബുദ്ദീൻ ഐബക്കാണ് കെട്ടിയത്. എന്തൊക്കെ മെയിനായിട്ടാണ് കെട്ടിയത്? ഒന്നാമതായിട്ട് ഡൽഹിയിലെ ഫസ്റ്റത്തെ സുൽത്താനേറ്റർ ആരംഭ അല്ലെങ്കിൽ മംലുക്ക് രാജവംശത്തെ ആരംഭം ആയതുകൊണ്ടിട്ടും അതേപോലെ അതിലൊരു അടയാളത്തിന് മെയിനായിട്ടും അതേപോലെ രജപുത്ത് രാജാക്കന്മാർ സോപ്പാട്ടിയത് കൊണ്ടിട്ടാണ് ഈ ഒരു ഇത് കുത്തുബ് മിനാർ കെട്ടിയതാണ്. പക്ഷേ ഇതൊക്കെ കുത്തുബ് മിനാർ ചുള്ള പേര് പറയുക കാരണം എന്തല്ല, കുത്തുബ് മിനാർ കുത്തുബുദ്ദീൻ ഐബക്ക് കെട്ടിയത് കൊണ്ടിട്ടല്ല. പക്ഷേ അതൊക്കെ പിന്നെ ഒരു കാരണം എന്നൊരു ചൊല്ലുന്നത് കണ്ടെങ്കിൽ അതുക്കുള്ള കാരണം ചൊല്ലത് ഡൽഹിയിലുള്ള കഴിഞ്ഞ ഞങ്ങൾ വീഡിയോ നോക്കുമ്പോൾ കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മക ബൈനായിട്ടാണ് ഈ ഒരു കുത്തുബ് മിനാർ കെട്ടിയതുകൊണ്ടാണ് പിന്നെ ഒരു അഭിപ്രായത്തിൽ ചൊല്ലത്. ഏതായാലും ഇത് നമുക്ക് നോക്കുക. ഇതിൽ 3, 4, 5 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഞങ്ങൾ മേലെ സ്റ്റെപ്പ് റൗണ്ടും അതേപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് റൗണ്ടും. പക്ഷേ ഇതിൽ ഈ ഒരു കുത്തുബ് മിനാർ ഒരുപാട് നമുക്ക് ശ്രേഷ്ഠത ഇല്ലെങ്കിൽ അതിലൊരു നിർമ്മിതിയിലുള്ള അത്ഭുതം നമുക്ക് കാണുകൊണ്ട്. കീല് കാണുമ്പോൾ കീലത്തെ ഈ ഒരു രൂപ കണ്ടില്ലേ, ഇതിൽ ഏകദേശം ഒരു റൗണ്ട് ചൊല്ലത് ഇല്ലെങ്കിൽ ഇതിലൊരു അതായത് ഈ ഒരു ചുറ്റു റൗണ്ട് ചൊല്ലത് ഏകദേശം 14 മീറ്ററാണ് ഉള്ളത്. എന്നാൽ ഇതിന് കീഴിൽ രൂപ ചൊല്ലത് റൗണ്ടും അതേപോലെ ത്രികോണ ആകൃതിയിലാണ് ഈ ഒരു ചൊല്ലത് കുത്തുബ് മിനാർ രൂപ ഉള്ളത്. നിങ്ങമേ ഇപ്പോൾ നോക്കും കൊന്തോ അത്രക്കും വലിയ ഒരു നിർമ്മിതിയാണ് കുത്തുബ് മിനാർ ചൊല്ലത്. എന്നാൽ ഈ ഒരു കുത്തുബ് മിനാർ രണ്ടാമത്തെ സ്റ്റെപ്പ് ചൊല്ലത് എന്തായിട്ടേക്കട ഒരു റൗണ്ട് ഷേപ്പിലാണ്. എല്ലാം ഈ കണ്ട റൗണ്ട് ഷേപ്പിൽ ആ ആകൃതിയിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ മൂന്നാമത്തെ ഷേപ്പ് ചൊല്ലത് എങ്ങനെ ചൊന്നു കണ്ടെങ്കിൽ വെറും ത്രികോണ ആകൃതിയിൽ മാത്രമാണ് ഉള്ളത്. എന്നാൽ നാലാമത്തെ സ്റ്റെപ്പ് ചൊല്ലത് റൗണ്ട് ഷേപ്പിലാണുള്ളത്. യഥാർത്ഥത്തിൽ പണ്ട് കാലഘട്ടത്തിൽ അത് റൗണ്ട് ഷേപ്പിലില്ലാത്ത മറിച്ചിട്ട് ഈ ഒരു ത്രികോണത്തിന് ഇടയിലുള്ള റൗണ്ടില്ല, ആ റൗണ്ട് പോലെ രൂപത്തിലാണ് ഇന്നതുണ്ടാണ് ചൊല്ലത്. ഏതായാലും അതല്ല, ഈ റൗണ്ടും അതേപോലെ ത്രികോണാകൃതിയിലാണ് ഇന്നതുണ്ടാണ് ചൊല്ലുന്നത്. ഏതായാലും ഇതിൽ ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റെപ്പാണ് കുത്തുബുദ്ദീൻ ഐബക്ക് കെട്ടിയിട്ടിരുന്നെങ്കിൽ ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പും അതേപോലെ നാലാമത്തെ സ്റ്റെപ്പ് കെട്ടിയത് ഇൽത്തുമിഷ് രാജാവാണ്. പക്ഷേ ഈ നാലാമത്തെ സ്റ്റെപ്പ് തോൽ മാത്രമേ അണ്ട് കാലഘട്ടത്തിൽ നിന്ന്. പിന്നീട് വന്നെങ്കിൽ 1360 ഫിറോസ് ഷാ തുഗ്ലക്കർ കാലഘട്ടത്തിൽ ഈ ഒരു മിനാരത്ത് മേലെ ഇടി, അതായത് ചെടിയിൽ മിന്നു പോകുന്ന സന്ദർഭം മേലെ ഭാഗം പൊഞ്ഞു പോയി.
അങ്ങനെയാണ് ഫിറോസ് ഷാ തുഗ്ലക്ക് 1360 നാലാമത്തെ സ്റ്റെപ്പ് ശരിയാക്കുകയും എന്നിട്ട് അഞ്ചാമത്തെ ഒരു സ്റ്റെപ്പ് എന്താക്കിയ ഒരു ഭാഗം കെട്ടിയതിട്ടാണ് ചൊല്ലുന്നത്. യഥാർത്ഥത്തിൽ കെട്ടിയതല്ല, നാലാമത്തെ സ്റ്റെപ്പ് ഇടയിൽ ഒരു ചെറിയൊരു എന്താ ചൊല്ല് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് മാത്രം, അതായത് ഒരു ബാൽക്കണി പോലത്തെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് മാത്രമാണ് ഈ ഒരു ചരിത്ര ചൊല്ല്. ഇതാണ് ഇത് കുത്തുബ് മിനാറിന്റെ ഒരു ചരിത്ര ചൊല്ലത്. ഏതായാലും അത്രക്കും വലിയ ഒരു നിർമ്മിതിയാണ് കുത്തുബുദ്ദീൻ ഐബക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു അതായത് ഈ ഒരു കുത്തുബ് മിനാർക്ക് പേര് പറയുക കാരണം കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കർ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയതുകൊണ്ടാണ് ചൊല്ല്. എന്നാൽ അതിൽ നിന്ന് നേരെ ഇപ്പുറം പറയുമ്പോൾ ഈ കണ്ടതാണ് ഏറ്റവും വലിയ ഒരു നിർമ്മിതിയായ അലൈ ദർവാസ ആണ് ചൊല്ലിയത്. ഈ അലൈ ദർവാസ കെട്ടിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. എന്താണ് ഈ ഒരു അലൈ ദർവാസത്തെ പ്രത്യേകത ചൊല്ലിയത്? ഈ ഒരു അലൈ ദർവാസത്തെ പ്രത്യേകത ചൊല്ലിയത് വെറും കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു കൊത്തുപണിയാണ് ഇതിലുള്ളത്. അതായത് ഞങ്ങൾ നോക്കിയതുപോലെ ഞങ്ങൾ സാധാരണ കല്ല് കൊണ്ടിട്ടൊക്കെ എത്തിപ്പെടാൻ വേറെ വേറെ രൂപത്തിലല്ല, പക്ഷേ ഇതങ്ങനല്ല. ഒരു കല്ല് കൊണ്ടിട്ട് എന്താ ചൊല്ലി ഏറ്റവും വലിയ ഒരു നിർമ്മിതിയായിട്ട് ഈ ഒരു അലൈ ദർവാസ നമുക്ക് കാണാൻ സാധ്യമാണ്. അതിൽ എന്തുകൊണ്ട് കല്ലുണ്ട്, അതേപോലെ എന്നാലും മാർബിളുണ്ട്. ഇത് രണ്ടും മാർബിളാണ് കണ്ടത്. ഏതായാലും ഈ ഒരു കൊത്തുപണിയാണ് ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് കാണാൻ സാധ്യത. ആരാണ് ഈ ഒരു കൊത്തുപണി ആക്കിയതെന്ന് ചൊന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ തുർക്കിയിലുള്ള ആൾക്കാരെന്ന് ചൊല്ലാറ്, പിന്നെ ചൊല്ലാറ് തുർക്കിയിലുള്ള ആൾക്കാരല്ല, ഇന്ത്യയിലുള്ള ആൾക്കാരായിട്ട്. അതായത് പണ്ട് കാലഘട്ടത്തിൽ മംഗോളിയന്മാരെ പേടിച്ചിട്ട് ഇന്ത്യക്ക് വന്ന ആൾക്കാർക്ക് അഭയം കൊടുത്തിരുന്നു. അപ്പം ആ ഒരു സന്ദർഭത്തിൽ അങ്ങ് ഒരു എന്താ ചൊല്ലുക ഒരു സ്വറ ആവട്ട് എന്ന രീതിയിൽ അങ്ങ് എന്താക്കിയതാണ് ഈ ഒരു അലൈ ദർവാസ് ഉണ്ടാക്കിയതിട്ടാണ് ചൊല്ലത്. അങ്ങായിട്ടിക്കർ ഈ ഒരു ഇതിൽ കൊത്തുപണി ചൊല്ലത്. പക്ഷേ ഇത് ഞങ്ങൾ എന്തെല്ലാം വെറും ഒരു കൊത്തുപണിയായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കൊത്തുപണി ആക്കിയ രൂപമാണ് ഞങ്ങൾ നോക്കാനുള്ളത്. അത്രക്കും മനോഹരമാണ്. അതായത് ഒരു ജാഗ്യം കൂടി നമുക്ക് എന്തായാലും ഒരു പ്ലെയിനായിട്ട് കാണില്ല. അവിടെ എന്തെങ്കിലും ഒന്ന് കൊത്തിയിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു രൂപ ആക്കിയിട്ടോ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങമേ നോക്കറോ ഇതിൽ ഒരു രൂപ എങ്ങനെ ഉണ്ടെന്ന് ചൊല്ലത്. അപ്പം അത്രക്കും ഒരു ഗംഭീരമായിട്ടുള്ള എനിക്ക് ഒരു കൊത്തുപണിയായിട്ട് കയറിയത് ഇത് കെട്ടിയത് ആരാണ് ആണെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയാണ് ഈ ഒരു എന്താ ചൊല്ലത് ഈ ഒരു അലൈ ദർവാസ കെട്ടിയതാണ്. അതായത് ഈ ഒരു പള്ളിക്ക് പറ, അതായത് കോത്തുൽ ഇസ്ലാം ചൊല്ല ഈ ഒരു പള്ളിക്ക് പറകും ഒരുപാട് ഗേറ്റും കാര്യം ഒരുപാട് ദർവാസ ബായലും കാര്യം എന്നാൽ അതിൽ പലതും എന്തായിട്ടും പൊടിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇണ്ടും ഒരു ഒരു അത്ഭുതത്തോ കൂടി ഇല്ലെങ്കിൽ ഏറ്റവും ആകർഷകരമായ രൂപത്തിൽ കാണുക അവിടെതാണ് ഈ ഒരു അലൈ ദർവാസ ചൊല്ലത്. ഇത് ഒരു രൂപ ചൊല്ലത് ഇൻഡോ ഇസ്ലാമിക് രൂപത്തിലാണ് ഈ ഒരു ഈ ഒരു കൊത്തുപണിയും അതേപോലെ ഈ ഒരു അലൈ ദർവാസ ഉള്ളത്. അതായത് കുത്തുബ് മിനാർ പോയിട്ട് കണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കനായ ഒരു നിർമ്മിതിയായിട്ട് ക്രിയത് ഈ ഒരു അലൈ ദർവാസ ചൊല്ലത്. മാത്രമല്ല ഈ ഒരു അതെന്നാ ചൊന്നതുപോലെ അത്രക്കും ഞങ്ങൾ നോക്കുമ്പോൾ ഒരു അത്ഭുതം കാണേണ്ടതായിട്ട് ഈ ഒരു അലൈ ദർവാസ ചൊല്ലത്. ഈ ഒരു അലൈ ദർവാസ പുറത്ത് വന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു കെട്ട് നമുക്ക് കാണാൻ സാധ്യതയുള്ളൂ. ഈ ഒരു കെട്ടിൽ ഉള്ളത് ആര് ചൊന്നിട്ടുണ്ടെങ്കിൽ ഇമാം സമീൻ ചൊല്ലുന്ന ഒരു ആളാണ്, ഒരു ഏറ്റവും വലിയ സൂഫി വരിയാനായ ഒരാളാണ് ഇയാൾ. ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. പിന്നീട് വിളിച്ചത് ഇമാം സമീൻ ചൊന്നിട്ടാണ് ഇയാൾ എന്താക്കുന്നത് വിളിച്ചോയുന്നത്. എന്താണ് ഇയാളുടെ പ്രത്യേകത ചൊന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ സിക്കന്ദർ ലോധിയുടെ കാലഘട്ടത്തിലാണ് ഇവിടേക്ക് വേണ്ടത്, ഇന്ത്യയിലേക്ക് വേണ്ടത്. ഇയാൾ റായച്ചുള്ളത് തുർക്കിസ്ഥാനിലാണ്. പക്ഷേ ഇയാൾ ഇവിടേക്ക് വന്നതാണ് ഈ ഒരു ഇന്ത്യയിലേക്ക് വരികയും ഈ ഒരു കൂവത്തുൽ ഇസ്ലാം പള്ളിയിൽ ഇമാമായിട്ടും അതേപോലെ മുഫ്തിയായിട്ടും ആ ഒരു ജോലിയായിട്ടാണ് ഇയാൾ എന്തായത് ഈ ഒരു പള്ളിയിൽ നിന്നത്. അപ്പോൾ അയാളുടെ ഒരു മക്ബറാണ് ഇവിടെ കണ്ടത്. എന്നാൽ ഈ ഒരു മക്ബറ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ ഒരു ടോംബ് ഇല്ലെങ്കിൽ ഇയാൾ ഈ ഒരു ഖബർസ്ഥാനം ഉണ്ടാക്കിയത് ഇയാളെയാണ്, സ്വന്തമായിട്ടാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരാണ്? ഹുമയൂനാണ് ഇതിലെന്താക്കിയത് ഈ ഒരു ഖബർ ഈ രൂപത്തേക്ക് ആക്കിയതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ചൊല്ലത്. അതായത് ഈ ഞാൻ മരിച്ചെന്ന് കണ്ടെങ്കിൽ ഇതേ ഭാഗത്തിൽ ഉടമ എന്താക്കണോ ഖബറെടുക്കണോ എന്നുള്ള രൂപത്തിലാണ് ഇമാം സമീൻ ചൊല്ല ആൾ ഉണ്ടാക്കിയത്. എന്നാലും സിക്കന്ദർ ലോധിയുടെ കാലഘട്ടത്തിൽ വരികയും എന്നാൽ ഹുമയൂണിൻ്റെ കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിലുള്ള ഹുമയൂണിൻ്റെ കാലഘട്ടത്തിൽ മരണപ്പെടുകയും അപ്പോൾ അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു മക്ബറ ചൊല്ലത്. അപ്പോൾ ഇതാണ് അയാൾ മക്ബറ. ഏതായാലും ഞങ്ങൾ അവിടെ പുറത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കാണാം? ഈ ഒരു അലൈ ദർവാസ ഞങ്ങൾക്ക് ആ ഒരു പുറത്തിലുള്ള ഒരു രൂപ ഞങ്ങൾക്ക് കാണുവാൻ സാധ്യമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു എന്താ ചൊല്ലേ
ഞങ്ങൾ ഈ ഒരു കുത്തുബ് കോംപ്ലക്സിലുള്ള ഏറ്റവും വലിയ ഒരു നിർമ്മിതി നമുക്ക് കാണുക സാധ്യത. അതേപോലെ ഇതെല്ലാം ഈ ഒരു ഭാഗമുള്ളത് പണ്ടത്തെ കാലഘട്ടത്തിൽ എന്താ ചൊല്ല ഞങ്ങളെ അതായത് പണ്ടത്തെ കാലത്ത് ഖുവത്തുൽ ഇസ്ലാം പള്ളിയുടെ ഒരു ഭാഗമാണ്. അതേപോലെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വന്നതിൻ്റെ കണ്ടെങ്കിൽ ആ ഒരു ഇതിലുള്ള ചെറിയൊരു വിവർത്തനങ്ങളുള്ള ചെറിയൊരു എന്താ ചൊല്ലേ ഫലക ഞങ്ങൾക്ക് കൂടെ കാണാൻ സാധ്യതയുള്ളൂ. അതായത് ടോംബ് ഓഫ് ഇമാം ജമീൻ അയാളെ ഒരു മക്ബറത്തെ കുറിച്ചിട്ടും അയാളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണയാണ് ഈ ഒരു എന്താ പറയുക ഫലകത്തിലുള്ളത്. എപ്പോഴാണ് വന്നത്, ആരെ കാലഘട്ടത്തിലാണ് വന്നതും കാര്യവും, അതേപോലെ ആ ഒരു എന്താ ചൊല്ലെ നിർമ്മിതി എന്തുകൊണ്ടിട്ടാണ് നിർമ്മിച്ചത്, അതിലുള്ള പ്രത്യേകത എന്ത്, ആ ഒരു കാര്യമാണ്. അതേപോലെ അലൈ ദർവാസറെ കുറിച്ചിട്ടുള്ള ആ ഒരു ചെറിയൊരു വിവരത്തിനാണ് നമുക്ക് കാണുക സാധ്യത അവിടെ. ഏതായാലും അതിൽ പിന്നെ നമുക്ക് ഈ ഒരു കുത്തുബ് മിനാറിൽ നിന്നിട്ട് ഞങ്ങൾ ഇന്ന് പോകേണ്ടതാണ് ഏത് ചൊന്നതുപോലെ ഖുവത്തുൽ ഇസ്ലാം ആ ഒരു പള്ളിയുടെ ഭാഗത്ത് കാണും. ഈ കണ്ടതാണ് ഖുവത്തുൽ ഇസ്ലാം പള്ളി. ഈ ഒരു പള്ളിയുടെ ഉൾക ഏറ്റവും വലിയൊരു നിർമ്മിതി ചൊല്ലത് എന്താണ്, അയറൺ പില്ലറാണ്. ഇതാണ് ഏറ്റവും വലിയൊരു നിർമ്മിതിയായിട്ട് നമുക്ക് എന്താ അവിടെ കാണുക സാധ്യതയാണ്. അതിൽ ഒരുപാട് ചരിത്രം കാര്യം നമുക്ക് എന്തെങ്കിലും നോക്കുക ഉണ്ട്. അത് ആ ഒരു ഭാഗത്ത് പോകുമ്പോൾ ഞാൻ എന്താക്കുക ആ ഒരു ചരിത്രം എനിക്ക് ചൊന്നിട്ട് കണ്ടേ. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പോകേണ്ടത് എവിടേക്ക് ചൊന്നേണ്ട കണ്ടെങ്കിൽ ആ ഒരു ഖുവത്തുൽ ഇസ്ലാം പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ ഇപ്പം എന്താക്കിയിട്ടുള്ളത് പോയിട്ടുള്ളത്. അതായത് പണ്ട് കാലഘട്ടത്തിൽ അതിന് പള്ളിയുടെ ആ ഒരു ഭാഗമായിട്ട് ഇന്ന് എനിക്കത്ത് ജാഗ കാണാൻ ഞങ്ങൾ ഇപ്പം എന്താക്കിയിട്ടുള്ളത് പോയിട്ടുള്ളത്. അതൊരു പള്ളിയിൽ ഒരുപാട് പണ്ട് കാലഘട്ടത്തിൽ നല്ല നല്ല നിർമ്മിതിയെല്ലായിട്ട് ഇന്ന് പിന്നീട് എന്തായിരുന്നു പൊളിഞ്ഞു പോയതാണ്. നമുക്ക് കാണാം ആ ഒരു മെയിൻ ഗേറ്റും കാര്യം ഇവിടെ ഉള്ളത്. എന്നാൽ ഈ ഒരു ഗേറ്റ് ഇതിൽ ഏറ്റവും വലിയ ഒരു നിർമ്മിതിയായ എനിക്കത്തെ ഒരു സാധനം നമുക്ക് കാണുക സാധ്യമാണ്. അതായത് ഈ ഒരു ഐറൺ പില്ലർ ആണ് ചൊല്ലത്. എന്താണ് ഇതിക്കുള്ള പ്രത്യേകത ചൊന്നേണ്ട കണ്ടെങ്കിൽ ഏകദേശം 1600 വർഷത്തെ ഒരു പഴക്കമുണ്ട് ഈ ഒരു എറുമ്പുകോ. അതായത് ഏകദേശം 7.21 മീറ്ററാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശമുള്ളത്. അതേപോലെ ഇത് ഏകദേശം 6 ടണ്ണ് ദിന്നാണ് ഏതുക്കുള്ളത് ഈ ഒരു ഇരുമ്പുകുള്ളത്. ആരാണ് ഇത് ഉണ്ടാക്കിയത് ചൊന്നിട്ടുണ്ടെങ്കിൽ ഗുപ്ത രാജവംശത്തിലെ ചന്ദ്രഗുപ്ത രണ്ടാമനാണ് ഈ ഒരു ഐറൺ പില്ലർ ഉണ്ടാക്കിയത്. അതായത് ബംഗാളിലെ ഒരു യുദ്ധത്തിൽ വിന്നായതിരെ ഓർമ്മയ്ക്ക് ബേനായിട്ടാണ് കിട്ടിയത്. ആദ്യം ഇത് ഇന്നത് മധ്യപ്രദേശിലെ വാദ്യഗിരി ചുള്ളങ്കത്തെ ഒരു ജാഗയിലാണ് ഇന്നത്. എന്നാൽ ഇതിൽ ഊടക് കൊണ്ടുവന്നത് ആര് കണ്ടെങ്കിൽ അതായത് AD 1050 അനക്പാൽ തോമർ ചുളുടെ രാജാവാണ് എന്താക്കിയത് ഈ ഭാഗത്ത് കൊണ്ടുവന്നത്. അതായത് ഈ ഒരു ഭാഗം അണ്ടത്തെ കാലഘട്ടത്തിൽ അനക്പാൽ തോമർ ചുളുടെ ആളുകൂടെ വലിയൊരു കോട്ടയാണ് കെട്ടിട്ടിരുന്നത്. ആ ഒരു കോട്ടയുടെ പേര് ലാൽ ഖിലാണ്ടാണ് ഇത് കുറെ പേരുന്നത്. എന്നിട്ട് ഈ ഒരു ഇതിലുള്ള ഒരുപാട് എന്താ ചൊല്ലെ ദേവസ്ഥാനവും അതേപോലെ ഒരുപാട് സാംസ്കൃതിക കേന്ദ്രവുമെല്ലാം ഈ ഒരു ഭാഗത്തിൽ ഇന്ന്. എന്നാൽ പിന്നീട് ഈ ഒരു ജാഗ്യർ ആര് പിടിച്ചെടുത്ത് രജപുത്ര രാജാവ് എന്താക്കിയത് യുദ്ധമാക്കിയിട്ട് പിടിച്ചെടുക്കും. അപ്പോൾ രജപുത്ര രാജാവിന്റെ കീഴിലാണ് പിന്നീടുന്നത്. എന്നിട്ട് അതിൽ പിന്നെ ഈ ഒരു ജാഗ്യർ ആരാണ് പിടിച്ചെടുത്തത്, കുത്തുബുദ്ദീൻ ഐബക്കാണ് പിടിച്ചെടുത്തത്. അതായത് യുദ്ധമാക്കിയിട്ട് ഈ ഒരു ജാഗ്രത പിന്നീട് ഇസ്ലാമിലെ ഭരണ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കൈക്ക് ബന്ധു. അങ്ങനെ ഈ ഒരു ഭാഗത്തിൽ മുന്നോട്ട് ഒരു സാംസ്കൃതിക കേന്ദ്രമായിട്ട് ആ ഒരു ഭാഗത്തിൽ നിന്ന് പിന്നീട് എന്താക്കിയതാണ് ഈ ഒരു ഖുവത്തുൽ ഇസ്ലാം പള്ളി ഇതിലൂടെ നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ ഒരു കുത്തുബുദ്ദീൻ ഐബക്ക് ഈ ഒരു പള്ളി നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു എന്താ ചൊല്ലെ ഐറൺ പില്ലർ ഉടമീന്ത്. പക്ഷെ അതിക്ക് എന്തായില്ല യാതൊരു രീതിയിലോ ഒരു എന്താ എന്നും ഭംഗം വരുത്തിയില്ല. കാരണം അതൊരു പഴയ കാലത്ത് ഒരു ചരിത്ര ചൊന്നിട്ടും ഈ ഒരു പള്ളിയുടെ ഉൾഗായിട്ട് ആ ഒരു നിർമ്മാണം എന്താക്കി നിർമ്മിതി അങ്ങനെ എന്താക്കിയതാണ് വെച്ചതാണ്. അപ്പോൾ ഇത്രയാണ് ഇണ്ടത്തെ ഒരു ഈ ഒരു എന്താ ചൊല്ല വീഡിയോ നമുക്ക് കാണാവുള്ളത്. അതുപോലെ അതായത് ഈ ഒരു കുത്തുബ് മിനാർ കോംപ്ലക്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രമാണ് നമുക്ക് കാണാവുള്ളത്. അതായത് കുത്തുബ് മിനാർ ആവട്ടും അതേപോലെ ഖുവത്തുൽ ഇസ്ലാം പള്ളി ആവട്ടും അതേപോലെ ഐറൺ പില്ലർ ആവട്ടും അങ്ങനെ ഒരുപാട് നിർമ്മിതിയാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എതിർ കണ്ടതുപോലെ ഏറ്റവും വലിയൊരു നിർമ്മിതിയായ കുത്തുബ് മിനാറാണ്. ഈ ഒരു കുത്തുബ് മിനാറിൻ്റെ ഹൈറ്റ് ഉള്ളത് 72.5 മീറ്ററാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ അത്രക്കും വലിയൊരു എന്താ ചൊല്ലെ ഇന്ത്യയിൽ ഒരു ഡൽഹി സുൽത്താനായിട്ട് ആ ഒരു അടയാളായിട്ടും അതേപോലെ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്ക് വേനായിട്ടുമാണ് ഈ ഒരു കുത്തുബ് മിനാർ എന്താക്കിയത് കെട്ടിയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കുത്തുബ് മിനാർക്ക് കുത്തുബുദ്ദീൻ ഐബക്കും ഇൽത്തുമിഷും അതേപോലെ ഫിറോസ് ഷാ തുഗ്ലക്കുമാണ് ഇത് ഏറ്റവും വലിയ എന്താ ചൊല്ലെ ഒരു
ಇದಕ್ಕೆ ಸೊರಂಗ್ ಕಾರ್ಯಮಲ್ಲ ಹಾಕಿದಂಟಾണ് ചൊല്ലുകൾ. അപ്പോൾ ഇത്രയായിട്ടേക്ക് ഞങ്ങളെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉള്ളത്. അതേപോലെ ഈ ഒരു റോഡിലൂടെ നമുക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കെട്ടിടം നമുക്ക് കാണാൻ സാധ്യമാവും. ഇത് പിന്നീട് ബ്രിട്ടീഷുകാർ കെട്ടിയതാണ്. വലിയൊരു ഉപകാരമുള്ള കാര്യമൊന്നുമല്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ഒരു എന്താ ചൊല്ലുക കുത്തുബ് മിനാർ ആ ഒരു ഭാഗം നോക്കുകയും പിടിക്കുകയും ബെയിനായിട്ടാണ് ഈ ഒരു എന്താക്കിയത് കെട്ടിയതിൻ്റെയാണ് ചൊല്ലുന്നത്. ഏതായാലും ഇത്രയായിട്ടേക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബണ്ട നാളെ പുതിയ ചരിത്രമായിട്ട് പുതിയൊരു ജാഗ്യമായിട്ട് ബണ്ട. അത്രത്തോളം എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.